എറണാകുളത്ത് നിന്ന് കൊട്ടിയൂരേക്ക് എളുപ്പം എങ്ങനെ പോയി വരാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. രാവിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര. 6 മണിക്കുള്ള കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 105 രൂപയാണ് വരുന്നത്. ഈ ട്രെയിൻ ഇവിടെ നിന്ന് തുടങ്ങുന്നതായതുകൊണ്ട് തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റും എടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ സീറ്റും കിട്ടും. എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനാണിത്. രാവിലെ 6 മണിക്കാണ് ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ പോകുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ഇറങ്ങിയിട്ടാണ് കൊട്ടിയൂരേക്ക് പോകാൻ എളുപ്പം. 6 മണിക്ക് എടുക്കുന്ന ട്രെയിൻ അവിടെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. അതുകൊണ്ട് ഉറങ്ങേണ്ടവർക്ക് നല്ല രീതിക്ക് ഉറങ്ങാം. അതിരാവിലെയുള്ള ട്രെയിൻ യാത്രകളൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് പോകുമ്പോൾ നല്ല മഞ്ഞ് വീണ് കിടക്കുന്ന വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ട്രെയിനിലേക്ക് കയറിയ സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു, പക്ഷേ മുന്നോട്ട് പോകുന്തോറും അത് മാറി. അങ്ങനെ കുറച്ച് നേരത്തെ യാത്ര കഴിഞ്ഞ് 11 മണിയെടുത്താവാറായപ്പോൾ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. നിങ്ങളപ്പോൾ പോവുകയാണെങ്കിൽ തലശ്ശേരിയിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആവണമെങ്കിലാവാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഫ്രഷ് ആയാൽ മതി. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കൊട്ടിയൂരേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടും. സ്റ്റാൻഡിലേക്ക് പോകാതെ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നാലും ബസ് കിട്ടും കൊട്ടിയൂർക്കുള്ള. പക്ഷേ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ സീറ്റ് ഉറപ്പിച്ച് പോകാൻ പറ്റും. അങ്ങനെ പോണ വഴിക്ക് അടുത്ത് കണ്ട ഒരു ചെറിയ കടയിൽ കയറി ഒരു ചായ കുടിച്ചു. ഗ്യാസൊക്കെ കിട്ടാനില്ലാത്തതുകൊണ്ട് 16 രൂപയാണ് ഇവിടെ ചായക്ക് വില. അങ്ങനെ നല്ലൊരു ചൂട് ചായയും കുടിച്ചിട്ടാണ് ഇനി ബാക്കി യാത്ര. എനിക്ക് സ്റ്റാൻഡിലേക്ക് പോകേണ്ടി വന്നില്ല. ഞാൻ നടക്കുന്ന വഴി തന്നെ എനിക്ക് കൊട്ടിയൂരേക്കുള്ള ബസ് കിട്ടി. സ്റ്റോപ്പിൽ നിന്ന് കയറിയോണ്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് ഒരാൾക്ക് 70 രൂപയാണ് അമ്പലത്തിലേക്ക് ടിക്കറ്റ് വരുന്നത്. ഏകദേശം ഒരു 55 കിലോമീറ്റർ, അതായത് 2 മണിക്കൂർ അടുത്ത് ബസ് യാത്രയുണ്ട്. പക്ഷേ ഇവിടുത്തെ ബസ്സിലുള്ള യാത്രകൾ നമ്മളെ മടുപ്പിക്കില്ല. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അവിടെയാണ് അവസാന സ്റ്റോപ്പ്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് കയറാം. നിങ്ങൾക്ക് ഫ്രഷ് ആവണമെന്നാണെങ്കിൽ ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ പുഴയുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് ചൂസ് ചെയ്യാം. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഈ ക്ഷേത്രം എപ്പോഴും ഉണ്ടാവും. ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം മാത്രമാണ് ഈ വൈശാഖ മഹോത്സവത്തിന് തുറക്കുന്നത്. നല്ല രീതിക്ക് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ശരിക്കും ആ പഴയ രീതിയിലുള്ള നിർമ്മാണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ കണ്ണൂർ കൂടുതലും വെട്ടുകല്ലിലാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണമൊക്കെ. ഞാൻ പോയത് മെയ് 30-നാണ്. മെയ് 30-ന് അർദ്ധരാത്രി തൊട്ടാണ് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമുള്ളത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ. അതുകൊണ്ട് തന്നെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്തുള്ള വഴി കൂടി നടന്നാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ധാരാളം ഓടപ്പൂക്കളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഭൃഗമുനിയുടെ താടിയാണ് ഓടപ്പൂ എന്നാണ് വിശ്വാസം. കൊട്ടിയൂർ വരുന്നവരെല്ലാവരും തന്നെ ഈ ഓടപ്പൂ വാങ്ങിയിട്ട് പോകുന്ന പതിവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ വരുന്നത്. ഇത് ശരിക്കും ഒരു പ്രകൃതി ക്ഷേത്രമാണ്. വയനാടൻ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ തീരത്താണ് കൊട്ടിയൂർ എന്ന ചെറിയ ഗ്രാമം. ഇവിടെയുള്ള കട്ടൻ രാജവംശത്തിന് കൊട്ടിയൂർ ക്ഷേത്രമായ ചരിത്രപരമായ ബന്ധമുള്ളതുകൊണ്ട് ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇവരുടെ കീഴിലാണ്, അതായത് ഇവരുടെ മേൽനോട്ടത്തിൽ. പണ്ടുകാലത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ കട്ടൻ രാജവംശത്തിൻ്റെ അനുമതി ആവശ്യമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുഴയൊക്കെ നല്ല രീതിക്ക് മലിനമായിട്ടുണ്ട്. അത് കൂടുതലും കാരണം ഈ അന്യസംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവരവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഊരിയിട്ടിട്ടാണ് പോകുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇതുപോലെ നമ്മുടെ ബാഗും ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടി സൗകര്യമുണ്ട്. 30 രൂപ കൊടുത്താൽ മതി. നമുക്ക് അവർ ടോക്കൺ തരും. തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ കാണിച്ചാൽ നമുക്ക് ബാഗും ചെരുപ്പും കിട്ടും. ഈ ബാവലിപ്പുഴ മുറിച്ച് കടന്നാണ് ക്ഷേത്രത്തിലേക്ക് എല്ലാവരും പോകുന്നത്. ഇപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളമില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കടക്കാൻ വേണ്ടി പാലം നമുക്ക് കാണാൻ സാധിക്കും. ഈ പുഴയിലെ കല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കുറേ ആൾക്കാർ ഇത് ഉരച്ച് ചന്ദനം പോലെ ഒരു വസ്തു എടുത്ത് തൊട്ടുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ലോജിക്കലി നോക്കുവാണെങ്കിൽ അതൊരു മണ്ണും പൊടിയൊക്കെയുള്ള ഒരു വസ്തുവാണ്. അല്ലാണ്ട് സ്പിരിച്വലി നോക്കുവാണെങ്കിൽ അത് ചന്ദനമായിട്ട് തന്നെ നമുക്ക് തോന്നും. ഇപ്പം സീസൺ തുടങ്ങിയുള്ളൂ, അതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഭക്തരെ വരവേൽക്കാനായിട്ട് ധാരാളം പണികളൊക്കെ ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്ന് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് കൊട്ടിയൂർ വരുമ്പോൾ കിട്ടുന്നത്. ഇത് ശരിക്കും ഒരു പ്രകൃതി ക്ഷേത്രമാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നിക്കുന്നൊരിടം. ഈ കെട്ടിയിരിക്കുന്ന ഓലകളെല്ലാം തന്നെ ഇവിടെയിട്ട് മെടഞ്ഞുണ്ടാക്കുന്നതാണ്. കുറച്ചുകൂടി നല്ല മഴയൊക്കെയുള്ള സമയത്താണ് നിങ്ങൾ കൊട്ടിയൂർ വരുന്നതെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭക്തിക്ക് പുറമെ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം. ഞാൻ ചെന്ന സമയത്ത് ഇവിടെ വെയിലായിരുന്നു, പക്ഷെ ഒരു മഴയൊക്കെയുള്ള സമയത്താണ് നിങ്ങൾ ഇവിടെ വരുന്നതെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അലൗഡ് അല്ലെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ നീരിലിറങ്ങി നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ്. അല്ലാണ്ട് നമുക്ക് മേളിലൊക്കെ നിന്ന് ധാരാളം ആൾക്കാർ വീഡിയോ എടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കും.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. ഇവർ ഈ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാലും ഈ വീഡിയോയിലൂടെയാണ് ഇത്ര ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യ കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു ക്ഷേത്രത്തിനെ പറ്റി പലർക്കും അറിയില്ലായിരുന്നു. ഈ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ 95% ഇങ്ങോട്ട് വരുന്നത് ഇതേപോലത്തെ വീഡിയോ കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓവറായാലേ എല്ലാത്തിനും പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഒരു മിതമായിട്ടുള്ള നിരക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും ഒരിടത്തും പ്രശ്നമില്ല. നമ്മൾ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ധാരാളം ആൾക്കാർ പുഴയിലിറങ്ങി കല്ലുകൾ ഉരച്ച് ചന്ദനം തൊടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചന്ദനം എന്ന് പറഞ്ഞാലും കറക്റ്റ് ചന്ദനത്തിൻ്റെ കളറൊക്കെ ഉള്ള ഒരു ഇതല്ല, എന്നാലും ഒരു ഏകദേശം ഒന്ന് നമുക്ക് പറയാം. ശരിക്കും വർഷത്തിലാകെ 1 മാസത്തിനടുത്ത് മാത്രമാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിരിക്കണം. ഈ വർഷത്തേനെ അപേക്ഷിച്ച് അടുത്ത വർഷം ഇതിലും കുറച്ചുകൂടി തിരക്ക് കൂടാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ ക്ഷേത്രം നല്ല രീതിക്ക് പരിപാലിച്ച് കൊണ്ടുപോകണം, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് തന്നെ ആൾക്കാർ. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെയാണോ വന്നിറങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വരണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓടപ്പൂവ് മേടിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ചെറിയ രീതിക്കുള്ള ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് ഭക്ഷണവും കഴിക്കാം. കൊട്ടിയൂർ വരുന്നവർക്ക് ഒരു തെളിവാണ് ഓടപ്പൂ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലൊക്കെ തൂക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മൾ ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തലശ്ശേരിക്കുള്ള ബസ്സിൽ കയറി. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ബസ് ഉണ്ടാവും. നിങ്ങൾ ആദ്യമേ ബസ് കാണുമ്പോൾ ആദ്യം കയറി സീറ്റ് പിടിക്കാൻ നോക്കുക, കാരണം സീറ്റ് ഫുള്ളായാലും ഇവിടെ നിന്ന് വണ്ടി വിടൂ. പിന്നെ അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നിന്ന് പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് അങ്ങോട്ടേക്കുള്ള ട്രെയിനിൻ്റെ സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ. ഇവിടെ നിന്ന് ലാസ്റ്റ് ബസ് വരുന്നത് 7 മണിക്ക് എന്തോ ആണ്. ഒത്തിരി നേരം വെയിലൊക്കെ കൊണ്ട് നല്ല രീതിക്ക് ക്ഷീണിച്ചാണ് ഞാൻ ബസ്സിൽ വന്ന് കയറിയത്. എന്നാലും എൻ്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ഒത്തിരി നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കൊട്ടിയൂരൊന്ന് വന്ന് കാണണമെന്ന്. അതെന്തായാലും ഇന്നത്തോടെ സാധിച്ചു. അപ്പം നിങ്ങൾക്ക് കൊട്ടിയൂർ പോകണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ പോകാൻ ശ്രമിക്കുക. 30-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് സ്ത്രീകൾക്കും പ്രവേശനമുണ്ട്. സീസൺ തീരുന്നതിന് അവസാനത്തെ കുറച്ച് ദിവസം സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പം നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് 8 മാവേലി എക്സ്പ്രസ്സിനാണ് ടിക്കറ്റ് കിട്ടിയത്. എനിക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുത്താനൊക്കെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു. ഈ കൊട്ടിയൂർ പോകുന്ന വലിയ ചിലവേറിയ കാര്യമൊന്നുമല്ല. എനിക്ക് ആകെ യാത്രാ ചിലവ് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരാൻ വന്നത് 350 രൂപയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 105 രൂപയുടെ ടിക്കറ്റും പിന്നെ 140 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് കാശും. അങ്ങനെ ആകെ ചിലവ് 350 രൂപ. ഒരു 600-650 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് വന്നിട്ട് പോകാൻ സാധിക്കും. 8:20 വരേണ്ട ട്രെയിൻ ലേറ്റ് ആയിട്ട് 8:45 കഴിഞ്ഞപ്പോഴാണ് വന്നത്. മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്കുള്ളതായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ കയറുക. അങ്ങനെ ട്രെയിനിൽ കയറി ഏകദേശം 2 മണി അടുത്താറായപ്പോൾ എറണാകുളം ജംഗ്ഷൻ എത്തി. അപ്പോൾ ഇങ്ങനെ വളരെ ചിലവ് കുറച്ച് നമുക്ക് കൊട്ടിയൂർ പോയി വരാൻ സാധിക്കും. കൊട്ടിയൂർ പോകാൻ പ്ലാനുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക.